നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ശനി ഇപ്പോൾ രാശി മാറി മീനം രാശിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ്, ഏതൊക്കെ ലഗ്നക്കാർക്കാണ് ശനിദോഷം കൂടുതലുള്ളത്, അവർക്ക് പരിഹാരമായിട്ട് എന്തൊക്കെ ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കണമെന്നുള്ള ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല. ദക്ഷിണ സാധാരണ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒരു 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ ഞങ്ങൾ പണമായിട്ടൊന്നും ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് 7 ശനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ശനിദോഷമുണ്ട്. ഇതിനുള്ള പരിഹാരം ഏറ്റവും ഒടുവിൽ പൊതുവായിട്ട് കോമണായിട്ട് പറയാം. പിന്നെ രണ്ടാമത് വരുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 11ാം ഭാവത്തിൽ അവസ്ഥാനത്ത് അതിശക്തമായിട്ടാണ് ശനി നിൽക്കുന്നത്. ഇവർക്ക് ശനിദോഷം ഇല്ല. എങ്കിലും ഈ ശനിയുടെ അനുഗ്രഹങ്ങൾ പരമാവധി നേടാൻ വേണ്ടി അവരും ഈ പരിഹാരങ്ങൾ, പൊതുവിൽ പറയുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യുക. ഗുണമുള്ള രാശിക്കാർ 3 പേരുണ്ട്. ആ രാശിക്കാരും ഈ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശനിയുടെ അനുഗ്രഹം വളരെയധികം പെട്ടെന്ന് വളരെ വലിയ അളവിൽ ലഭിക്കും. അപ്പോൾ ഗുണമുള്ള രാശിക്കാരും ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം. അത് അവസാനം പറയാം. പിന്നെ മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാനം 2 പാദം, തിരുവാതിര, പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് കണ്ടകശനിയാണ്, 10ാം ഭാവത്തിലാണ്. അപ്പോൾ അവർക്കും ശനിദോഷമുണ്ട്. പിന്നെ കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി. വലിയ ദോഷമില്ല. എങ്കിലും ഇവരും പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ സ്വല്പമൊക്കെ ഉള്ളത് കുറയുകയും ശനിയുടെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കർക്കിടകം രാശിക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രാശിക്കാർ മാത്രമല്ല, നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതൊരു ജ്യോത്സ്യൻ്റെ സഹായത്തോടുകൂടി ലഗ്നം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പറയുന്ന രാശിക്കാർ മാത്രമല്ല, ഈ ലഗ്നം, ഇപ്പോൾ കർക്കിടക ലഗ്നം ഉള്ള ഒരാൾക്ക് കർക്കിടകം രാശിയുടെ ഫലം വരും. അപ്പോൾ ഈ പറയുന്ന ഓരോ രാശിക്കാരും രാശി മാത്രമല്ല നോക്കേണ്ടത്, ലഗ്നവും നോക്കണം. അത് ഏത് രാശിയുടെ ആണോ ആ രാശിയുടെ ഫലം ഈ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. അതുകൊണ്ട് പറയുന്ന രാശിക്കാർ മാത്രമല്ല, ആ ലഗ്നക്കാരും ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം. അഷ്ടമത്തിലാണ് ശനി വരുന്നത്. അപ്പോൾ ചിങ്ങം രാശിക്കാർ മാത്രമല്ല, ചിങ്ങ ലഗ്നക്കാരും ഈ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക. അഷ്ടമത്തിൽ ശനി കൊള്ളില്ല. ഏറ്റവും മോശം സ്ഥാനങ്ങളിലൊന്നാണ് ശനിയുടെ. ചിങ്ങം രാശിക്കും ചിങ്ങം ലഗ്നക്കാർക്കും ദോഷമാണ്. പരിഹാരം ഏറ്റവും ഒടുവിൽ പറയാം. ഇനി കന്നി രാശി. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം
അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്കാർക്കും കന്നി ലഗ്നക്കാർക്കും 7ാം ഭാവത്തിലാണ് ശനി വരുന്നത്. അപ്പോൾ ജീവിത പങ്കാളിക്കാണ് ദോഷം കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കന്നി രാശിക്കാരും കന്നി ലഗ്നക്കാരും പരിഹാര കർമ്മങ്ങൾ ഒടുവിൽ പറയുന്നതെല്ലാം ചെയ്യണം. പിന്നെ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 6ാം ഭാവത്തിൽ ശനി ശക്തമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ട്. ശനിയുമായിട്ട് ബന്ധപ്പെട്ട് ഘനഗംഭീരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവരും ഈ പരിഹാര മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണഫലങ്ങൾ പരമാവധി പെട്ടെന്ന് പരമാവധി വലിയ അളവിൽ ഇവർക്ക് ലഭിക്കും. അപ്പോൾ തുലാം രാശിക്കാരും തുലാം ലഗ്നക്കാരും ഈ പറയുന്ന പരിഹാര കർമ്മങ്ങൾ പൊതുവിലുള്ളത് എല്ലാവരും ചെയ്യുക. അത് ഈ രാശിക്കാർ മാത്രമല്ല, എല്ലാ ലഗ്നക്കാരും, അതായത് 12 രാശിക്കാർക്ക്, എല്ലാ 3 രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ ഞങ്ങൾ പറയുന്നത്. അവരും ഈ പരിഹാര കർമ്മങ്ങൾ നടത്തിയാൽ അവർക്ക് കൂടുതൽ ഗുണം കിട്ടുകയും ചെയ്യും. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് 5ാം വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കും ശനിദോഷം ഇല്ല എന്ന് വേണം നമുക്ക് പറയാം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വൃശ്ചികം രാശിക്ക് വരുന്നത്. 5ാം ഭാവത്തിൽ ശനി അതിശക്തമൊന്നുമല്ല, വലിയ ഗുണങ്ങളും നേട്ടങ്ങളും ഒന്നും തരത്തില്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. അതായത് 9ഉം 5ഉം ഭാവത്തിൽ ശനി വരുമ്പോൾ ഒരു മയമുള്ള ശനിദോഷമേ വരത്തുള്ളൂ. എങ്കിലും ഇവരും ഈ പറഞ്ഞ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് ശനിക്കുള്ള ദോഷം മാറ്റാൻ ശ്രമിക്കുക. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് കണ്ടശനിയാണ്, 4ാം ഭാവത്തിലാണ്. അപ്പോൾ അവർക്കും ദോഷകരമാണ്. ധനു രാശിക്ക് മാത്രമല്ല, ധനു ലഗ്നക്കാർക്കും. ഓക്കെ. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള സമയമാണ്. ശനി ദോഷമില്ല എന്ന് തന്നെ പറയാം. 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. മകര രാശിക്കാർക്കും മകര ലഗ്നക്കാർക്കും ഓക്കെ, അവരും ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ശനിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഗുണം കിട്ടും. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് 7 ശനി ആണ്. 2ാം ഭാവത്തിലാണ് ശനി വരുന്നത്, ദോഷകരമാണ്. അവരും ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മീനം രാശിക്കാരും മീനം ലഗ്നക്കാർക്കും ദോഷകരമാണ്, 7 ശനിയാണ്. അപ്പോൾ 12 രാശിക്കാരിലെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൊതുവിൽ എല്ലാവരും ശനിയുടെ പ്രീതി കിട്ടാൻ വേണ്ടി, ശനിദോഷം കുറയ്ക്കാനും ശനിപ്രീതി വരുത്താനും ശനിപ്രീതി വർദ്ധിപ്പിക്കാനുമുള്ള ചില ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. വലിയ പൂജകളൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ടും ശനിയാഴ്ച നിങ്ങൾ വ്രതമെടുക്കുക. എല്ലാ ശനിയാഴ്ചയും വ്രതമെടുക്കുക. അതായത് വെജിറ്റേറിയൻ ആവുക എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ ഒരു സന്യാസിയെ പോലെ ജീവിക്കുക ശനിയാഴ്ച ആ 24 മണിക്കൂറും. ഓക്കെ. അപ്പോൾ അതിനോടൊപ്പം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ കർമ്മശുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് ഈശ്വരനെ ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മൾ പ്രവർത്തിക്കരുത്, പറയരുത്, ചിന്തിക്കുക പോലും പാടില്ല. കാരണം നമ്മുടെ മനസ്സിൽ നടക്കുന്ന നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ചെറിയ കാര്യം പോലും പ്രപഞ്ചശക്തി അറിയുന്നുണ്ട് ഓരോ സെക്കൻഡിലും. അതിനൊക്കെ നമ്മൾ നല്ലത് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് തിരിച്ചു വരികയും ചെയ്യും.
ഓക്കെ, ശത്രുക്കളൊക്കെ ഒരുപാട് പേര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അവസാന വിജയം, അന്തിമ വിജയം ഈശ്വര അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈശ്വരനെ ആയിട്ട് ചേർന്ന് നിൽക്കുക, അതായത് മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ. ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി സദ്യ നടത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 രൂപയുടെ ചായ കൊടുക്കുന്നതും അന്നദാനമാണ്. ഓക്കെ, ദാനധർമാദികൾ കൂട്ടത്തിൽപ്പെടും. പിന്നെ ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ 1 രൂപ നാണയത്തിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ അതുമൊക്കെ ഈ ദാനധർമാദികളിൽ പെടും. അതുപോലെ തന്നെ ഒരുപാട് മന്ത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ശനിയാഴ്ച മാത്രമല്ല, പറ്റുന്ന സമയം, അതായത് ഈ അമ്പലം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഈ അയ്യപ്പൻ്റെ ഒരു മൂലമന്ത്രമുണ്ട്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് മന്ത്രങ്ങൾ, കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രം ചെറിയ മന്ത്രമാണ്. അത് ഞാൻ കമൻറ്റ് ബോക്സിലും ഇടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അത് ഇടാം. ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ. ഇത് അയ്യപ്പൻ്റെ അഥവാ ശാസ്താവിൻ്റെ മൂലമന്ത്രമാണ്. ഇത് പരമാവധി ചൊല്ലുക, സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലുക. ഇത് ചെറിയ മന്ത്രമാണ്. ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ. ഇത് ചൊല്ലാവുന്നത്രയും ചൊല്ലുക. പിന്നെ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ശ്യാമളാദണ്ഡകം എന്ന് പറഞ്ഞൊരു കാളിദാസൻ എഴുതിയ ദേവീ ഗീതമുണ്ട്, അത് ചൊല്ലുക. ശ്യാമളാദണ്ഡകം, അത് സംസ്കൃതത്തിൽ കാളിദാസൻ എഴുതിയ കടുകട്ടിയായിട്ടുള്ള ഒരു ദേവീഗീതമാണ്. എല്ലാ ദേവിമാരെയും പ്രകീർത്തിക്കുന്ന ഒരു ദേവീഗീതമാണ് ശ്യാമളാദണ്ഡകം. അത് നമ്മൾ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത്, അത് ഉച്ചയ്ക്ക് 12 മണിക്ക്, രാത്രി 12 മണിക്കും ഒക്കെ ഈ ശ്യാമളാദണ്ഡകം ചൊല്ലുക. ഓക്കെ, അപ്പോൾ അത് ശനിദോഷം മാത്രമല്ല, പൊതുവെ ഐശ്വര്യം ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലുക. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് പ്രധാനമായിട്ട് നമ്മൾ പോകേണ്ടത് ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൽ തന്നെ പല ഭാവത്തിലുണ്ട്. പാർവതിയും കൂടെ ഉള്ള ശിവ ക്ഷേത്രത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും പോകേണ്ടത്. അത് ശനിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പോകുന്നതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല. അമ്പലത്തിൽ പോയെന്നും പറഞ്ഞ് ദോഷമൊന്നും വരത്തില്ല, ഗുണം കിട്ടുന്നെങ്കിലേ ഉള്ളൂ. അതുപോലെ തന്നെ വലിയ പൂജകളൊന്നും ഞാൻ പറയുന്നില്ല. ശിവന് ജലധാര ഏറ്റവും കുറഞ്ഞത്, അത് നിങ്ങളുടെ പോക്കറ്റിൽ കാശുള്ളപ്പോൾ ചെയ്താൽ മതി. കാശില്ലെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോകാതിരിക്കൊന്നും വേണ്ട, അമ്പലത്തിൽ പോവുക, അതാണ് ഏറ്റവും പ്രധാനം. അതെല്ലാം തന്നെ കൃത്യം ടൈമിൽ ചെയ്യണം. ഇപ്പോൾ രാവിലെ 6 മണിക്കാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ രാത്രി ഉറങ്ങുന്നത് നേരത്തെ ആക്കുക. ഈ ഉള്ള ടി വിയൊക്കെ കണ്ട് സമയം കളയരുത്. രാത്രി 9 മണിക്ക് മുമ്പായിട്ട് തന്നെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുക. അതിനുശേഷം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഇപ്പോൾ രാത്രി 8 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ആദ്യമൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും, പറ്റത്തില്ല. പക്ഷേ 8 മണിക്ക് രാത്രി ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും. 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഓക്കെ. എങ്കിലും ബ്രഹ്മമുഹൂർത്തം, ഇപ്പോൾ ഇന്ന് ഇട്ട വീഡിയോയിൽ ഏപ്രിൽ 4-ാം തീയതി രാവിലെ 4:44 AM മുതൽ 5:32 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് 5:32 AM വരെ, ഇത് ഏപ്രിൽ 4-ാം തീയതി. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ
ദിനഫലം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ബ്രഹ്മമുഹൂർത്തം, അഭിജിത്ത് മുഹൂർത്തം, ഇതിൻ്റെ എല്ലാം കൃത്യം ടൈമിങ് പറയുന്നുണ്ട്. രാഹുകാലവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മറ്റേ കലണ്ടറിലൊക്കെ കിടക്കുന്ന സമയം എന്ന് പറയുന്നത്, രാഹുകാലത്തിൻ്റെ സമയം എന്ന് പറയുന്നത് കൃത്യമല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള രാഹുകാലവും ബ്രഹ്മമുഹൂർത്തവും അഭിജിത്ത് മുഹൂർത്തവും ഒക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ദിനഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ 4-ാം തീയതിത്തെ ഒരു സമയം അനുസരിച്ച് 4:45-നും 5:30-ക്കും ഇടയ്ക്കാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ഈ സമയത്ത് 5:15-ന് മുമ്പായിട്ട് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി, ഏറ്റവും മിനിമം ഞാൻ പറയുന്നത്, കാര്യം 4 മണിക്കൊക്കെ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആരും ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നൊക്കെ പറയും. അതൊന്നുമല്ല സംഭവം. നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാം, അതിനകത്ത് വലിയ മാജിക്കൊന്നും ഇല്ല, അത് ശീലിച്ചാൽ മതി. പക്ഷേ ഈ രാത്രിയിലൊക്കെ ഓരോരുത്തർ TV ഒക്കെ കണ്ട് മൊബൈലിലൊക്കെ കുത്തി സമയം കളയും. അതൊക്കെ പാഴ് സമയമാണ്. നമ്മൾ 8 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് രാവിലെ ഒരു 5 മണിക്ക് മുമ്പായിട്ടെങ്കിലും എഴുന്നേറ്റ് 5:30-ക്ക് മുമ്പായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതിൽ പ്രധാനപ്പെട്ട മൂലമന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഓംകാര മന്ത്രം തന്നെ, ഓം എന്നുള്ള ഓംകാര മന്ത്രം തന്നെ 3 തവണ ചൊല്ലുക. പിന്നെ ഓം ഗണപതേ നമ, ഓം നമഃ ശിവായ, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഖ്രൂം നമ പരായ ഗോപ്ത്രേ, ഓം വജത്ഭുവേ നമ. ഈ 7 മൂലമന്ത്രങ്ങൾ 9 തവണ ചൊല്ലുന്നതിന് വെറും 2.5 മിനിറ്റ് മതി. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ മിനിമം ചെയ്യുക. അത് രാവിലെ കുളിച്ചൊരുങ്ങി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം തീർച്ചയായിട്ടും മറ്റ് കർമ്മങ്ങൾ സമയ ലഭ്യത അനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടാം. 9 തവണ മാത്രമല്ല, 108 തവണയും 1008 തവണയൊക്കെ ചൊല്ലാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം, ഇതെല്ലാം നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളുടെയും സഹസ്രനാമം അല്ലെങ്കിൽ ശതനാമല്ലെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അത് സമയ ലഭ്യത അനുസരിച്ച് ഓരോന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. പിന്നെ ഭസ്മാഭിഷേകം. അഭിഷേകപ്രിയനാണ് ശിവൻ. അപ്പോൾ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യാം, പാല് കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കരിക്ക് കൊണ്ട്, അതായത് ഇളം തേങ്ങ കൊണ്ട്, അതായത് ഇളം നാളികേരം കൊണ്ട്, കരിക്ക് കൊണ്ട്, അതിൻ്റെ കരിക്കും വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ശിവന് ഏറ്റവും ഉത്തമമായിട്ടുള്ള അഭിഷേകം. അതുപോലെ ഭസ്മാഭിഷേകവും ഒക്കെ പ്രാധാന്യമാണ്. പിന്നെ ശനിയാഴ്ച നമ്മൾ അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ ശനിക്ക്, അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഈ ശനിക്ക് എള്ളുവിളക്ക്, അതുപോലെ നെയ്വിളക്ക് ഒക്കെ കത്തിക്കാം. അതൊക്കെ ശനിദോഷം മാറ്റും. പിന്നെ അയ്യപ്പൻ്റെയും ശാസ്താവിൻ്റെയൊക്കെ നിരവധി മന്ത്രങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഓം ഖ്രൂം നമ പരായ ഗോപ്ത്രേ, അതാണ് ഏറ്റവും മിനിമം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം, അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ മൂലമന്ത്രം. അപ്പോൾ അത് സ്ഥിരം ചൊല്ലുക. ഓം നമഃ ശിവായൊക്കെ ചൊല്ലി. എന്നുവെച്ചാൽ പിന്നെ തീർച്ചയായിട്ടും മറ്റ് വഴിപാടുകളൊക്കെ നിരവധിയുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. ശനിദോഷത്തിന് ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ശനിദോഷമൊക്കെ മാറി സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വെളിച്ചവും ഒക്കെ ഗുരുവായൂരപ്പൻ തന്ന് അനുഗ്രഹിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.